ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തമിഴ് സിനിമാ ലോകത്തും അലയടിക്കാൻ തുടങ്ങിയതോടെയാണ് തെന്നിന്ത്യൻ നടികർ സംഘം അടിയന്തര യോഗം ചേർന്ന് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ആഭ്യന്തര പരിഹാര കമ്മിറ്റി രൂപീകരിക്കുന്നതടക്കമുള്ള 7 സുപ്രധാന തീരുമാനങ്ങളാണ് ഇന്നത്തെ യോഗത്തിലെടുത്തത്. തീരുമാനങ്ങൾ ഇവയാണ്: 1. സിനിമാ പ്രവർത്തകർക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം തെളിയിക്കപ്പെട്ടാൽ കുറ്റക്കാർക്ക് 5 വർഷത്തെ വിലക്ക്. 2. ഇരകൾക്ക് പോലീസിൽ പരാതി നൽകുന്നതിലടക്കമുള്ള എല്ലാ സഹായവും സംഘടന നൽകും. 3. കുറ്റം ചെയ്യുന്നവർക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകും. കുറ്റം തെളിഞ്ഞാൽ പിന്നീട് നടപടി. 4. പരാതി നൽകാൻ പ്രത്യേക ഫോൺ നമ്പറും ഇമെയിലും. 5. ആദ്യം പരാതി നൽകേണ്ടത് മാധ്യമങ്ങൾക്കല്ല, നടികർ സംഘത്തിനാവണം പരാതി കിട്ടേണ്ടത്. 6. യൂട്യൂബിലൂടെയും മറ്റും സിനിമാ പ്രവർത്തകർക്കോ കുടുംബാംഗങ്ങൾക്കോ മാനഹാനിയുണ്ടായാലും സൈബർ കുറ്റത്തിന് പരാതി നൽകണം. 7. ഇതിനായി രൂപം കൊടുത്ത ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിക്ക് നടികർ സംഘത്തിന്റെ മേൽനോട്ടവും ഉണ്ടാകും. നടികർ സംഘത്തിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി നടി ഖുശ്ബു പറഞ്ഞു. I think overall we have to look at the safety of women in our country. I'm glad women had started speaking out. I'm glad that women are coming out and ready to fight for themselves. അതേസമയം കേരളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങൾ പൂർത്തിവെച്ചതിനെ ഖുശ്ബു വിമർശിച്ചു. The main question should be raised to Mr. Pinarayi Vijayan's government as to who are they trying to protect, what was in the last 50-60 pages which have not been released, which have been omitted, and whose names are you trying to protect. സൂപ്പർ താരങ്ങളായ വിശാലും കാർത്തിയും നാസറും നയിക്കുന്ന സംഘടനയാണ് ഇത്രയും ശക്തമായ തീരുമാനങ്ങളെടുത്തത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.